എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഈ ചിക്കൻ കൊണ്ട് ഒരു അടിപൊളി അച്ചാർ ഉണ്ടാക്കാം കേട്ടോ. അതിനുവേണ്ടി 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് എല്ലില്ലാണ്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ചിക്കനൊന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി ഇതിൽ മസാല തേച്ച് പിടിപ്പിക്കാം. എനിക്ക് മുളക് പൊടി ഇടാം. മുളക് പൊടി 2.5 ടേബിൾ സ്പൂൺ ഇട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, അതിടാം. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, 1/4 സ്പൂൺ കുരുമുളക് പൊടി ഇടാം. 1/4 സ്പൂൺ ഗരം മസാല പൗഡർ ഇടാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം. ഉപ്പൊരു സ്വല്പം കൂടി ഇടാം. ഇനി ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇത് അരമണിക്കൂർ വെച്ചതിന് ശേഷം അത് വറുത്തെടുക്കാം. ഇനി ഇരിക്കട്ടെ. 2 കുടം വെളുത്തുള്ളിയും 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നാക്കി എടുക്കാം. ഇഞ്ചിയും പച്ചമുളകും ഒന്ന് അരിഞ്ഞെടുക്കാം. വെളുത്തുള്ളി ചതച്ചെടുക്കാം. ഇതിൽ വെളുത്തുള്ളി കുറച്ചുകൂടി കൂടുതലൊക്കെ ഇടാം കേട്ടോ. വെളുത്തുള്ളി കൂടുന്നവരും ടേസ്റ്റ് കൂടുന്നതാണ് പറയാം. ചിക്കനൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അതിന് വേണ്ടി പാത്രം അടുപ്പത്ത് വെച്ച് കത്തിച്ചിട്ടുണ്ട്. ഇനി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്തെടുക്കാം. വറുക്കേണ്ടത് നമുക്ക് വെളിച്ചെണ്ണയിൽ വറുത്താലും മതി. അച്ചാറിടുമ്പോൾ എണ്ണയിലിടാം. ഇനിയിപ്പോൾ എണ്ണയിൽ വറുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എണ്ണയിൽ വറുക്കാൻ താല്പര്യമുള്ളവർക്ക് എണ്ണയിൽ വറുക്കാം. എങ്ങനെയായാലും വിരോധമൊന്നുമില്ല. വെളിച്ചെണ്ണ ഒഴിക്കാം. പിന്നെ വെളിച്ചെണ്ണയിൽ അച്ചാറിടുമ്പോൾ പെട്ടെന്ന് കറക്കി അധികം നാളിരിക്കില്ല. അതുകൊണ്ടാണ് എണ്ണയിലിടുന്നത്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ തീ സ്വല്പം കുറച്ച് വയ്ക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്താൽ മതി. ചിക്കൻ വല്ലാണ്ട് മുരിയണ്ട കേട്ടോ. വെന്തിട്ടുണ്ട്, കോരിയെടുക്കാം. ഇത് കോരിയെടുക്കാം. ഈ ചിക്കൻ വറുത്ത വെളിച്ചെണ്ണയും മസാലയും എല്ലാം കൂടി കോരിയിടാം കേട്ടോ. ഇതെല്ലാതും അച്ചാറിലേക്ക് ഉപയോഗിക്കാം. ചിക്കൻ വറുത്തതാണ് കേട്ടോ. ഇതിലേക്ക് എണ്ണ ഒഴിക്കാം. അച്ചാർ കേടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണയിൽ ഉണ്ടാക്കുന്നത്. അച്ചാർ കേടുകൂടാണ്ടിരിക്കണമെങ്കിൽ കുറച്ചധികം എണ്ണ ഒഴിക്കണം. ഇതിപ്പോൾ ഒരു 100 മില്ലി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. എനിക്കിത് ഇഞ്ചി അരിഞ്ഞതിടാം. പച്ചമുളക് ഇടാം. രണ്ട് കുടം വെളുത്തുള്ളി നന്നാക്കി ചതച്ചെടുത്താണ്, അതിടാം. രണ്ട് തുണ്ട് കറിവേപ്പിലയും കൂടി ഇടാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ മൂപ്പായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത് ഓഫ് ചെയ്യുന്നു. ഓഫ് ചെയ്തതൊന്ന് ചൂടാറിയതിന് ശേഷം മുളക് പൊടി ഇടാൻ പാടുള്ളൂ കേട്ടോ. ഈ ചൂട്ടോടെ ഇട്ടിട്ടുണ്ടെങ്കിൽ മുളക് പൊടി കരിയും. ഇതൊന്ന് ചൂടാറട്ടെ. അത് മൂപ്പ് വല്ലാണ്ടാവണതിന് മുമ്പ് ഒന്ന് ഓഫ് ചെയ്യണേ. ചൂടാറുമ്പോഴേ ഇത് കറക്റ്റ് പാകാവും. ഇപ്പോൾ ചൂടാറിയുണ്ട്.
ആ തളമൊന്ന് നിന്നുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടി ഇടാം. ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടാം. ഒരു ടേബിൾ സ്പൂൺ കൂടി ഇടുന്നുണ്ട് കേട്ടോ. 5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വിനാഗിരി ഒഴിക്കാം. 3/4 ഗ്ലാസ് വിനാഗിരി ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിടാം. ഇനി ഇത് ചാറോടെ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാം. കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇതിപ്പോൾ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം നമുക്ക് എത്ര ചാറ് വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിക്കാം. വെള്ളവും വിനാഗിരിയും സമമെടുത്തിട്ട് ഒഴിക്കാം. എന്നിട്ട് നല്ലപോലെ തിളപ്പിക്കണം, അല്ലെങ്കിൽ അച്ചാർ കേട് വരും കേട്ടോ. ഉപ്പ് നോക്കാം. കുറച്ചും കൂടി ഉപ്പ് ഇടുന്നുണ്ട്. നല്ലപോലെ ഒന്ന് തിളച്ചോട്ടെ കേട്ടോ. വെള്ളം ഒഴിച്ചാലൊക്കെ നല്ലപോലെ ഒന്ന് തിളയ്ക്കണം. തിളച്ചിട്ടുണ്ട്. ഇതിലേക്കിതേ ചിക്കൻ വറുത്തത്. ചിക്കൻ വറുത്ത മസാലയോടുകൂടി ഇടാം. ഇത് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്കൊരു 3/4 ടീസ്പൂൺ കായംപൊടി ഇടാം. ഒരു 1/4 സ്പൂൺ ഉലുവപ്പൊടിയും കൂടി ഇടാം. ഉലുവ എണ്ണ ഒഴിക്കാണ്ട് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ചൂടാറുമ്പോൾ പാത്രത്തിലിട്ട് വയ്ക്കാം. അച്ചാർ റെഡി.